നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഏറ്റവും പുതിയ ചിത്രമായ കൂലിയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. കൂലി ഹൗസ്. അതിപ്പോ ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ട് എത്തിയിട്ടുള്ള ലോകേഷ് കനകരാജ് ചിത്രമായിരുന്നു കൂലി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ലോകേഷിന്റെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് എല്ലാരും ഭയങ്കര ആശ്ചര്യത്തോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നടാ ലോകി പണി വെച്ചിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ പടം ഇറങ്ങുമ്പോ എന്നടാ ലോകി പള്ളി വെച്ചിരിക്കെ വല്ലാത്തൊരു പണ്ടലായിപ്പോയി. ഫസ്റ്റ് ഹാഫ് തരക്കേടില്ലായിരുന്നു അല്ലെ? എങ്ങനെയൊക്കെയോ എനിക്ക് ഭയങ്കര ലാഗുള്ള പോലെ തോന്നി. ഫസ്റ്റ് ഹാഫിൽ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഇതെന്താ, ഞാൻ കൊറേ ഇങ്ങനെ പ്രതീക്ഷിച്ചു ഇന്റർവെൽ എന്താ വരാത്ത, ടൈം ഭയങ്കര ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു പടത്തിന്റെ ടൈമുള്ള പോലെ ഫീൽ ചെയ്തിരുന്നു. ഒരുപാട് കുറച്ച് ലാഗായ പോലെ തോന്നിയായിരുന്നു. പിന്നെ പക്ഷെ സെക്കൻഡ് ഹാഫ് പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയൊക്കെയോ നമ്മൾ ഫസ്റ്റ് ഹാഫ് കടിച്ചു പിടിച്ച് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, എന്നാലും അനിരുദ്ധിന്റെ മ്യൂസിക് ഉണ്ട്, നമുക്ക് ലോകേഷിന്റെ പടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് മാസും കോമഡിയും ഒക്കെ ചേർത്ത് എങ്ങനെയോ ഫസ്റ്റ് ഹാഫ് ഒന്ന് ഒതുങ്ങി തീർന്നു. സെക്കൻഡ് ഹാഫ് വന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ എന്താ നടന്നതെന്ന് അറിയില്ല. ആദ്യം സൗബിനും ആ ശ്രുതിഹാസനും കൂടെ ഒരു അരമണിക്കൂറിന്റെ അടുത്ത് വെപ്പിച്ചു. പിന്നെ രജനിയും ഉപേന്ദ്ര എന്ന് പറഞ്ഞിട്ട് അവന്റെ ഒക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞ കോമഡി. ഒരു റൂമിൽ അവൻ അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉപേന്ദ്ര വരുന്നത് ആരും പ്രതീക്ഷിച്ചില്ല. അവന്റെ പേര് വിളിക്കുമ്പോ ആ റൂമിൽ ആരാണെന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവന്റെ പേര് വിളിക്കലും അവൻ ആ കഥക്ക് ചവിട്ടി പൊട്ടിക്കുന്നു, 5-6 ആള് താഴെ വന്നു, ബോംബ് പൊട്ടുന്നു, പിന്നെ ഒരുമാതിരി എന്നിട്ട് ഒരുമാതിരി എമ്പുരാൻ ടൈപ്പ് ഫൈറ്റ്. മോഹൻലാലും പൃഥ്വിരാജും ചെയ്ത പോലെ തന്നെ ആ രജനി ആ ഉപേന്ദ്ര എന്ന് പറഞ്ഞ ആള് അങ്ങേയറ്റം വെറുപ്പിക്കും ഫൈറ്റ്. അത് കഴിഞ്ഞ് നാഗാർജുനയും രജനി തമ്മിലൊരു ഫൈറ്റ്. എന്തൊക്കെയാ കാണിക്കുന്നേ? എനിക്ക് തോന്നുന്ന പകുതി എത്തിയപ്പോ ലോകേഷും അനിരുദ്ധും ഒക്കെ പോയി. പിന്നെ പടം വേറെ ആരൊക്കെയോ ഏറ്റെടുത്ത് ചെയ്ത് ഒരു ലോകേഷ് പടാന്ന് ഫീൽ ചെയ്യുന്നില്ല. അനിരുദ്ധിന്റെ BGM ഉണ്ടോന്ന് അറിയില്ല. സെക്കൻഡ് ഹാഫില് ഒരു BGM വരുന്നുണ്ട്. എന്തായാലും ഒരു താരാട്ട് പാട്ട് പോലത്തെ ഒരു BGM. ഒരു 1.5 മിനിറ്റുള്ള രജനീന്റെ ഒരു ക്ലോസപ്പ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയോ ഭയങ്കര സീരിയസ് ആയിട്ട് രജനി പറയുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഫീൽ ആവുന്നില്ല, ഇയാൾ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഒരു ഇമോഷണം വരുന്നൊന്നും നമുക്ക് അധികം ടച്ച് ആവുന്നില്ല. നമുക്ക് നാടകമാണോ അല്ലെങ്കിൽ വേറെന്താ വീഡിയോ പോലെയൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. സീരിയൽ ആണോ എന്ന് തോന്നുന്നുണ്ട്. സൗബിനൊക്കെ ഒരു സെക്കൻഡ് ഹാഫിൽ വെറുപ്പിച്ച് സൗബിന്റെ റോൾ എന്താ, സൗബിൻ എന്താ ചെയ്യുന്നത്, വില്ലൻ ആരാ, നാഗാർജുനാണോ സൗബിനാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അമീർ ഖാനെ ഒക്കെ എന്തിനാ കൊണ്ടുപോകുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല ലാസ്റ്റ് മറ്റേ ആ ഒരു സീൻ ഇഷ്ടപ്പെട്ടത്, അമീർ ഖാന്റെ ആ ഗെറ്റപ്പ് ഇതെല്ലാം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു രജനി തീർന്നു എന്ന്. എന്നിട്ട് അമീർ ഖാൻ പൊട്ടനെ പോലെ രജനിനെ പേടിച്ചു നിൽക്കുന്നു. അവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ആമീർ ഖാൻ വരുന്ന സെറ്റപ്പ് എല്ലാം കണ്ടോ? കുറെ ആളുകൾ നട്ടുച്ചയ്ക്ക് വെയിലത്തെ ടേബിളുകളിൽ ഇരിക്കുന്നു. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ ഒരു ഫീല്. ഇത് ലോകേഷിന്റെ പടാണോന്ന്, ലോകേഷ് ഇങ്ങനെ ഇത്രയും മണ്ടത്തരം ചെയ്യുന്നു. പഴയ പടങ്ങളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പോണ ടൈമില് നമുക്ക് തൊട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ലെവൽ മൂവി അല്ല ഇത് ശരിക്കും. അനിരുദ്ധിന്റെ മ്യൂസിക് എവിടെ? സെക്കൻഡ് ഹാഫിൽ അനിരുദ്ധ് ഇല്ല. വേറെ ഏതൊക്കെയോ ഒരു വൃത്തികെട്ട BGM ഒക്കെ, സെന്റിമെന്റ് എന്താ BGM എന്ന് മനസ്സിലാവുന്നില്ല. നാഗാർജുനന്റെ രജനീന്റെ ഫൈറ്റ് ഒക്കെ നടക്കുമ്പോ BGM ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, ഒരുമാതിരി കരച്ചില് സീന് പോലത്തെ ഒക്കെ BGM. വളരെ ദയനീയം. എന്തായാലും സെക്കൻഡ് ഹാഫ് കണ്ടിരുന്ന ആളുകളെ സമ്മതിക്കണം. ഈ പടത്തിന് വേണ്ടി രാവിലെ 4 മണിക്ക് 6 മണിക്ക് എണീച്ചു പോയ ആളുകളുടെ അവസ്ഥ റിവ്യൂ പറയേണ്ടത് കൊണ്ട് മാത്രം പടം കണ്ടു. അത്രയും ദയനീയം, ഒന്നും പറയാനില്ല. ലോകേഷും വെറുപ്പിച്ചു. അല്ല ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കുഞ്ഞു കോമഡിയും ഫൈറ്റും അനിരുദ്ധിന്റെ BGM ഒക്കെ ആയപ്പോ നമ്മളൊരു ഓളത്തിൽ ഇങ്ങനെ പോയിരുന്നു. മോനിക്ക പാട്ട്, ശരിക്കും ആ മോനിക്ക പാട്ടൊക്കെ എന്തിനാ വെച്ചെന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ്, ഞാൻ പോയി കാണുന്ന ടൈമില് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. ഞാൻ മോണിക്ക പാട്ടിനൊക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചു പോയതായിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ലെവൽ അങ്ങോട്ട് വന്നില്ല. ഒരു സത്യത്തിൽ ഭയങ്കര നിരാശയായി, പാളിച്ചകൾ പോലെ. സെക്കൻഡ് ഹാഫാണ് എനിക്ക് തീരെ ഭയങ്കര സങ്കടമായി പോയത്. കാരണം ലോകേഷിന്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയോ ഉണ്ടാവുന്ന നമ്മൾ കൊതിച്ചു പോയി. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി പോയി. ഒന്നും ഇല്ലാത്തൊരു ഫീൽ.
ഒരു മസാലപ്പടം കുറെ പടത്തിൽ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള സെയിം സീനുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ എന്തിനാ ഇത്രയും വലിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നത്? അമീർ ഖാൻ, അതുപോലെ തന്നെ രജനി, നാഗാർജുന, എത്ര ആളുകൾ, എത്ര വലിയ വലിയ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അറിയോ ഒരുമാതിരി കോമാളി വേഷങ്ങളാക്കി. സൗബിനായാലും ആർക്കും ഒരു നല്ല വേഷമില്ല, നല്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ല നമുക്ക്. സത്യരാജിന്റെ ക്യാരക്ടർ ആയാലും ഒരു വല്ലാത്ത കഥയും, കഥയ്ക്ക് ഒരു ഫ്ലോ ഇല്ല, എങ്ങോട്ടൊക്കെയോ പോകുന്നു. മൊത്തത്തിലൊരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. എനിക്ക് ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയണ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്കതൊരു സുമാർ ഒരു ആവറേജ് പടമായിട്ട് തോന്നിയായിരുന്നു. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് രജനിയെ സമ്മതിക്കണം, കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഏജും അദ്ദേഹം ആ ഏജിലും ഇത്രയും നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്ത കുറെ ആ ഫസ്റ്റ് വന്ന ഡാൻസ് ആയാലും അതിനുശേഷം ഫൈറ്റ് ആയാലും അദ്ദേഹം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നാഗാർജുനന്റെ ഫസ്റ്റ് ഹാഫിലുള്ള ആ സ്വാഗും അദ്ദേഹത്തിന്റെ സ്റ്റൈൽ, അദ്ദേഹത്തിന് നല്ല ഏജ് ഉണ്ട്, 50 മേലെ ഏജ് ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലും പിന്നെ ഫസ്റ്റ് ഹാഫിലായാലും അനിരുദ്ധിന്റെ BGM എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. തിയേറ്ററിൽ അനിരുദ്ധിന്റെ BGM നല്ലൊരു വൈബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അമീർ ഖാന്റെ എൻട്രി, എനിക്ക് അമീർ ഖാന്റെ ആ ഒരു വരവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് പേഴ്സണലി അമീർ ഖാന്റെ വരവും പിന്നെ അതുപോലെ തന്നെ ഈ രജനീകാന്തിന്റെ പഴയ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, എന്തായാലും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ലോകേഷ് പടം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് പോയി കാണാം എന്നുള്ള രീതിയിലുള്ള ഒരു പടമാണ്. എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ചുമ്മാ പോയി പടം വെച്ചിട്ട് കമ്പയർ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലാണുള്ളത്. ഓക്കെ, താങ്ക് യു.